സിനിമയിൽ ഇപ്പോൾ ജീവിതത്തിലല്ല. അന്നെന്താ ഇപ്പോൾ തന്മാത്രയിലായിട്ട് നൂറേഡ് അഭിനയിച്ചു. മറ്റേ മുംബൈ പോലീസിലെ പൃഥ്വിരാജ് പിന്നാലെ കണ്ടപ്പോൾ എനിക്ക് അത് തോന്നി. അന്നെന്താ കുഴപ്പമില്ല. ലിപ്ലോക്ക് തന്നെ ഇത്ര മോശം കാര്യം. ഇപ്പം ചർച്ച ആയോണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആറാട്ടണ്ണൻ ഒരു ഷെയ്ക്കൻഡ് കിട്ടിയിട്ടില്ല എന്നിട്ട് ആറാട്ടണ്ണന് ഷെയ്ക്കൻഡ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറെ വിമർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അനാവശ്യ കോൺട്രവേഴ്സി അല്ലേ. അവര് തിരക്കിലായിരുന്നു, അതുകൊണ്ട് അവരാണ് പോയത്. ഞാൻ അവരെ അപമാനിക്കുകയും ചെയ്തെന്നല്ല, അവർക്ക് ജാടാകണമെന്നല്ല, അവർ തിരക്കിലായി. അതുകൊണ്ടാണ് അവർ എനിക്ക് കൈയേറാറുള്ളത്, അല്ലാതെ ജാടിയോ മറ്റൊന്നുമല്ല. എല്ലാവർക്കും നല്ല കൈ കൊടുത്ത വേറെ വീഡിയോ ഉണ്ട്, അത് വൈറലായിരുന്നു. ഇത് മാത്രം വൈറലായിരുന്നു. കൈ കൊടുക്കുന്ന എന്തിനാ മോശം കാര്യമാണ്. ഞാൻ സർഫൂത്തിന് കൈ കൊടുത്തില്ല, ആ വീഡിയോ വൈറലായില്ലല്ലോ. ഈ നടിമാർക്കുള്ളത് മാത്രം വൈറലാവുന്നു, നടന്മാർക്കുള്ളത് വൈറലാവുന്നല്ലോ. ഞാൻ സർഫൂത്തിന് കൈ കൊടുത്തു, റിവ്യൂ കൊടുത്തു, അതൊന്നും വൈറലല്ല. ആൾക്കാർക്ക് വേണ്ട നെഗറ്റീവാണ്. ഇതേ ഐശ്വര്യലക്ഷ്മി വന്നപ്പോൾ ഞാൻ കൈ കൊടുത്തു, അത് ആ വീഡിയോ വൈറലായില്ല. ആളുകൾക്ക് വേണ്ട നെഗറ്റീവാണ്, അവർക്ക് ഇത്തരത്തിലുള്ള സാറ്റിസ്ഫാണ് മറ്റുള്ള ഏറ്റവും എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാണ്. അവർ ഒരു ജാടയും കാണിച്ചിട്ടില്ല. അത് വളരെ സിമ്പിളായിട്ടുള്ള പെൺകുട്ടിയാണ്. അവർ വന്നു സിനിമ, ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ പോയി പറഞ്ഞു നല്ല പടമാണ്. അവരവസാനം പോകാൻ തിരക്കിൽ അവർ കൈയേറാൻ പറ്റിയില്ല. അതിനെ അവർ അപമാനിച്ചാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, ഷെയ്ക്കാൻ കൊടുക്കുന്ന സായിപ്പ് കൊണ്ട് കണ്ടു. ഞാൻ പണ്ട് എവിടെ ചെന്നാൽ ഷെയ്ക്കാൻ കൊടുക്കുന്ന ആളാണ്. ഒരു ഫ്രണ്ട്ലിനെസ്സിൻ്റെ ഭാഗമാണ്. അതിൽ ഇപ്പോൾ മനോരമയിൽ ന്യൂസ് വന്നു, എന്താണ് എല്ലാ ഷെയ്ക്കാനും നിഷ്കളങ്കമല്ല. ഈ ഷെയ്ക്കാനും കിട്ടിയിട്ട് എന്ത് സുഖം കിട്ടാൻ വേണ്ടി മനസ്സിലാവുന്നില്ല. ഷെയ്ക്കാനും കിട്ടിയിട്ട് എന്ത് സുഖം കിട്ടാൻ വേണ്ടി മനസ്സിലാവുന്നില്ല. നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേര് ഒരു എന്താ പറയുക, ഒരു ഫ്രണ്ട്ലിനെസ് ചെയ്യുന്നതാണ്. അല്ലാതെ നമുക്ക് അതിന് പ്രത്യേക പ്രശ്നം കിട്ടാനില്ല. മനോരമക്കാർ ഇട്ടിരിക്കുന്നത് അതാണ് എല്ലാ ഷെയ്ക്കാനും നിഷ്കളങ്കമല്ല. നിഷ്കളങ്കമായ ഷെയ്ക്കാൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് എന്താണ് വളരെ ബാലിശമായ കുറേ ഫെമിനിസ്റ്റിൽ ഇറങ്ങുന്നുണ്ട് കേരളത്തിൽ. അവർ പുരുഷ വിരുദ്ധമാണ്, പുരുഷന്മാർക്കെതിരെ ആയിട്ട് പറയാം. അതല്ല ഫെമിനിസം. ഫെമിനിസം പറഞ്ഞാൽ ആണെന്ന് പെടുന്നത് ഈക്വലായിട്ട് വരിക. ഇവിടെ ഫെമിനിസം വേറെയാണ്. എനിക്ക് യാതൊരു ഉപദേശവും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ ഫ്രണ്ട്ലി നേച്ചറിലാണ് കൊടുത്തത്. അവരെന്തൊക്കെ തിരക്കിലായി. അല്ല, അപ്പൊ ആറാട്ടനെ അവിടെ അന്നത്തെ ഇതിലെന്നെ അതല്ല ഞാൻ ചോദിക്കാന്ന്, ആറാട്ടന് അവിടെ തന്നെ മീഡിയക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐശ്വര്യലക്ഷ്മിയോട് സിനിമയിൽ ബ്ലോക്ക് ചെയ്യാൻ. പണ്ട് പറഞ്ഞ കാര്യമാണ്. അത് പണ്ട് പറഞ്ഞ കാര്യം ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. സിനിമയിൽ ജീവിതത്തിലല്ല. അന്നെന്തോ ഇപ്പോൾ തന്മാത്രയിലായിട്ട് നൂറേഡ് അഭിനയിച്ചു. മറ്റേ മുംബൈ പോലീസിലെ പൃഥ്വിരാജ് ഗേയായിട്ട് അഭിനയിച്ചു. കമലാ സിനിമയിൽ കഥാപാത്രമല്ലേ. ഞാൻ ബ്ലഡി നൈറ്റ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കുറച്ച് ഡിബേറ്റ് സീൻസ് ചെയ്തല്ലോ. അത് കഥാപാത്രമാണ്. കഥാപാത്രം വ്യത്യാസമുണ്ട്. അല്ല, ഏറ്റവും വലിയ മാൻ പറയുന്നില്ല, മമ്മൂക്ക പോലെ എത്ര സിനിമയിൽ എത്രയോ പാതിര കൊലപാതകം അതെല്ലാം ചെയ്തിട്ടില്ലേ. അത് കഥാപാത്രമാണ്. അല്ല, കഥാപാത്രം വ്യക്തിയോട് ബന്ധപ്പെടുത്തുന്നില്ല. അല്ല, ഇപ്പൊ ഇങ്ങനെ എന്താണ് ലിപ് ലോക്ക് ചെയ്യാൻ മാത്രം താല്പര്യം ഉണ്ട് എന്ന് പറയുമ്പോ എന്താ അവര് ആ സിനിമയിലെ ഏതാണ് മറ്റേ പേരുന്നത് ഒരു പടമുണ്ടല്ലോ, അവരുടെ മറ്റേ തോന്നുമായിട്ട് പടം മായാന്തി, അത് കണ്ടപ്പോൾ തോന്നിയതാണ്. മായാന്തി ലിപ് ലോക്കിലുണ്ടല്ലോ, ആ രീതിയിൽ പറഞ്ഞാണ്. അപ്പൊ അത് മോശമായിട്ട് തോന്നിയില്ല കഥാപാത്രമായിട്ട് ചെയ്യാൻ താല്പര്യം. അല്ല, ഐശ്വര്യലക്ഷ്മിയായിട്ട് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോ ഓക്കെ. പക്ഷെ ഐശ്വര്യലക്ഷ്മിയായിട്ട് ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ മോശമായിട്ട് മായാന്തി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്. മായാന്തി സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്. കഥാപാത്രമായിട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, അത് ജീവിതത്തിലല്ല. അന്നെന്താവും യാതൊരു കുഴപ്പമില്ല. പണ്ട് ആശുപത്രി പാടില്ലോ, ഒരാൾക്ക് ഉമ്മ കൊടുക്കുന്ന മോശമാണ്. ഒരു 10-20 പേര് ഇടിച്ചു ഇതിന് കുഴപ്പമില്ല. ഉമ്മ കൊടുക്കുന്നത് ഇതിനെന്ത് എത്ര മോശമാണ്. ഇത് ഇവിടുത്തെ ഒരു മതങ്ങളും മറ്റേക്കും മോശം കണക്കാക്കണം. ലിപ്ലോക്കാണ് ഒരു കിസ് കൊടുത്താണ്. കിസ് എത്ര മോശമായ കാര്യമാണ്. കിസ് ചെയ്യുന്നത് മോശമായ കാര്യമാണ്. ഇത് ഇവിടുത്തെ മതങ്ങളുണ്ടാക്കിയ പ്രശ്നമാണ്. ഒരാൾ ഉമ്മ കൊടുക്കും, അല്ലെങ്കിൽ ഇതിലെന്ത് നമ്മൾ ആരും കൊല്ലുന്നില്ലല്ലോ, ആർക്കും പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ, ആരും ഉപദ്രവിക്കില്ലല്ലോ, നമ്മൾ നിർബന്ധിച്ചെന്നാണല്ലോ ചെയ്യുന്നത്. ആറാട്ടന ഒരു അഭിനേതാവല്ല. അല്ല ഞാൻ ഒരാൾക്ക് ലിപ്ലോക്ക് കൊടുത്ത് തന്നെ കുഴപ്പം എന്താണ്. കഥാപാത്രം എങ്ങനെയായാലും ഒരു കിസ് ചെയ്യുന്ന എത്ര മോശം കാര്യമാണ്. നമ്മൾ ഒരാൾക്ക് കിസ് കൊടുക്കും, അതിനോട് ഒപ്പം നിങ്ങൾ ചിന്തിച്ചു പോകുന്നത്. ഇവിടുത്തെ മതങ്ങൾ മറ്റേക്കാണ് അങ്ങനെ ആക്കിയിരിക്കണം. ഒരാൾ കിസ് കൊടുത്ത് എന്താ ഒരു ലിപ്ലോക്ക് ചെയ്യാൻ എന്താ പ്രശ്നം. അല്ല, എന്റെ എത്ര ഒരു ലിപ്ലോക്ക് ചെയ്യാൻ എന്താ സംഭവിക്കാൻ പോകണം. അല്ല, ഇപ്പൊ ഫ്രണ്ട്സ് നമ്മളെ ആരും ഉപദ്രവിക്കുന്നുണ്ടല്ലോ, രണ്ടുപേരും മ്യൂച്വൽ കണക്ഷനിലല്ലോ ചെയ്യണം. അല്ല, അപ്പം ഈ ലിപ് ലോക്ക് ചെയ്യണവര് ഓഫ് സ്ക്രീൻ ലിപ് ലോക്ക് ചെയ്യണവര് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ടല്ലോ ലിപ് ലോക്ക് ചെയ്യുക, ഒരു ലവിന്റെ ജസ്റ്റേഴ്സ് ആയിട്ട്. ലിപ് ലോക്ക് ചെയ്തെന്തോ കുഴപ്പമില്ല, മനസ്സിലാക്കിയോ. കഥാപാത്രമാണ് അല്ലെങ്കിൽ ലിപ് ലോക്ക് ചെയ്തെന്തോ ഒരാളും പെണ്ണ് അവർ മ്യൂച്വൽ എഗ്രിമെന്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ നാട്ടുകാർക്ക് എന്താ കുഴപ്പം.
ലിപ്ലോ ഇപ്പോൾ ആ ഒരു സീനില്ലേ മറ്റേ ലിപ്ലോക്കിന് എന്താ ഇത്ര മോശം ഇറക്കാത്തതാണ്. നമ്മുടെ ആളെ പിടിച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്നല്ലോ. അല്ല 6 അവർക്കും നിർബന്ധിച്ചല്ലോ ചെയ്യുന്നതാണ്, നിർബന്ധിച്ചല്ലോ. രണ്ടുപേരും മ്യൂച്ച് ചെയ്യുമ്പോൾ ചെയ്താൽ എന്താ നാട്ടുകാർക്ക് എന്താ വിഷമം എന്നാണ്. ഇത് കപട സദാചാരവും ലൈംഗിക ദാരിദ്ര്യവുമാണ്. അല്ല 6 ഒരു അഭിനേതാവല്ലായിരുന്നു. ഞാൻ അഭിനേതാവാണല്ലോ. ഞാൻ 7 ഷോർട്ട് ഫിലിമിലും 3 ഫിലിമിലും അഭിനയിച്ചിട്ടുണ്ടാവും. ബാഡ് ബോയ്സ് 3 ഫിലിമിലും അഭിനയിച്ചു, 7 ഷോർട്ട് ഫിലിമിലും അഭിനയിച്ചു. മായനടി പിന്നാലെ കണ്ടപ്പോൾ എനിക്ക് അത് തോന്നി. അന്നെന്താ കുഴപ്പമില്ല. ലിപ്ലോക്ക് ഇത്ര മോശം കാര്യമാണ്. നമ്മളിവിടെ പിടിച്ച് തല്ലുകൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ. തല്ല് ഫിസിക്കലായിട്ട് ഒരു പെയിൻ ഉണ്ടല്ലോ. 2 മ്യൂച്ച് ചെയ്താൽ നാട്ടുകാർക്ക് എന്തൊരു കുഴപ്പം. ഈ ലിപ്ലോക്ക് അല്ലെങ്കിൽ സെക്സ് അല്ലെങ്കിൽ കിസ് ഇതെല്ലാം കുഴപ്പം എന്താണ്? ഒരു സ്നേഹം അറിയാം, അതിൻ്റെ പേര് ചെയ്യുന്നല്ലേ. അതിന് ഇത്ര മോശം ചെയ്തിരിക്കേണ്ട ആവശ്യം എന്താണ്? ഇത് ഇവിടുത്തെ മതങ്ങളാണ് അങ്ങനെ ആക്കിയിരിക്കണം, പേരാരുമല്ല. ഇത് എത്ര മോശം കണക്കാക്കേണ്ട ആവശ്യം എന്താണ്? നമ്മളിവിടെ പിടിച്ച് തല്ലുകയോ അടിക്കുകയോ ഉപദ്രവിക്കണമല്ലോ. അത് കുറച്ച് സ്നേഹന അംശം കൂടെ ഇല്ലേ? ഇതെല്ലാം ആശിപ്പ് പറഞ്ഞത്. ഒരു ലാലേട്ടൻ ചില സിനിമയിൽ പോയി 200 പേര് 100 പേര് ഇടിച്ചു വീഴ്ത്തിയാൽ കുഴപ്പമില്ല. അവരവിടെ ഹേർട്ട് ചെയ്യുക, അത് കുഴപ്പമില്ല. നമ്മൾ കിസ് ഒരു സ്നേഹിക്കുന്നതാണ് പ്രശ്നം. ഇവിടുത്തെ ആളുകളുടെ ചിന്താഗതിയാണ്. ഇത് മതങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നമാണ്. മൈത്രിയിൽ പറഞ്ഞാൽ മതങ്ങൾ ഉണ്ടാക്കിയതാണ്. എങ്ങനെ ഒരു കിസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് ഇത്ര മോശം കാര്യം എന്താണ്? ഇത്ര മോശം കാര്യമാണ്. നമ്മളിവിടെ വിളിച്ച് അടിക്കി അവിടെ ഒരു മ്യൂസിക് കൺസേൺ ചെയ്യാനോടൊപ്പം ഒരു റേപ്പാണ് ശരിയല്ല, നിർബന്ധിച്ച് ചെയ്യാൻ ശരിയല്ല. ഇത് ഒരു ആണും പെണ്ണും അവർ മ്യൂസിക് കൺസേൺ ചെയ്യുന്ന നാട്ടുകാർക്ക് എന്താണ് കുഴപ്പം? ഇവമാർക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടല്ലേ? ഇപ്പോൾ പുതിയ ജനറേഷൻ പിള്ളേരല്ല, അവർക്ക് 2000 ജനിച്ച പിള്ളേരെന്ന് പറഞ്ഞാൽ അവർക്ക് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിലുണ്ട്. അവർക്ക് ലൈംഗികതയൊന്നുമില്ല. അവർക്ക് താല്പര്യം അവർ ഇൻവോൾവ് ചെയ്യും, പ്രൊട്ടക്ഷൻ വഴി ഇൻവോൾവ് ചെയ്യും, ഉണ്ടാവില്ല. അതിന് പഴയ ആൾക്കാർക്ക് അത് പറ്റിയില്ല. അതിൻ്റെ അസൂയാണ്. ഫേസ്ബുക്കിലെ അമ്മമാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ അസൂയാണ്, പ്യുവർലി അസൂയ, ജലസ്യാണ്. പുതിയ ജനറേഷൻ പിള്ളേർക്ക് ലൈംഗിക താല്പര്യവും ഇല്ല, അവരുടെ കപട സദാചാരവും ഇല്ല. ഇത് പഴയ ജനറേഷനാണ് കപട സദാചാരം. ഒരു ആണ് പെണ്ണ് എവിടെ ചോദിച്ചാൽ അവിടെ സെക്സാണ്. എനിക്കത് മനസ്സിലാവുന്നത്. ഒരാൾ പെണ്ണ് തമ്മിൽ സെക്സ് മാത്രം, സെക്സ് ഇത്ര മോശം കാര്യമാണ്. ഒരു 2 പേര് സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഒരു ഇത് കാണിക്കുന്നു. അതിന് ഇത്ര പാപ കണക്കാക്കേണ്ട ആവശ്യം എന്താണ്? ഇത്ര വലിയ പാപമാണിത്. ഇതെല്ലാം കപട സദാചാരമാണ്. ഇതെല്ലാം ഹിപ്പോക്രസിയാണ്. ഒരാൾ സെക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ കിസ് ചെയ്യുന്നു അല്ലെങ്കിൽ ലിപ്ലോക്ക് ചെയ്യുന്നു. ഇത്ര പേടിക്കാൻ ഇത്ര മോശം കണക്കാക്കേണ്ട ആവശ്യം എന്താണ്? നമ്മുടെ ആളെ പിടിച്ച് തീവ്രവാദം ഇടിക്കുമെന്നല്ലോ ചെയ്യുന്നത്. ഇത് മതങ്ങളുണ്ടാക്കിയ ഏതാ മതം ഞാൻ പറയില്ല. ഹിന്ദുവിസത്തിൽ ഞാൻ പറയാം സെക്സ്വാലിറ്റി സ്പിരിച്വലായിട്ട് കണക്കാക്കണം. ഇവിടെ ഇത് വളരെ ഇവിടെ ഇവരിതെല്ലാം ചെയ്യുന്നുണ്ട്, അറിയോ? പുറമെ കാണിക്കുന്നതേ ഉള്ളൂ. വിദേശത്ത് സായിപ്പ് മതാബെ എല്ലാം പുറത്ത് അവർ പരസ്യമായിട്ടെല്ലാം ചെയ്യും. അവിടെയെല്ലാം ക്യാൻഡിൽ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു അവിടെയെല്ലാം നമുക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് ലൈംഗിക താല്പര്യം ഇല്ല. ഇത് നടി രേവതി കൊണ്ട് പറഞ്ഞാൽ ലൈംഗിക താല്പര്യം ഇല്ല. ഇത് മുതൽ സപ്രസ് ചെയ്ത് വെച്ചിട്ട് പാപമാണ് മറ്റു പറഞ്ഞാൽ ഒരു പെണ്ണിനെ കിട്ടുമ്പോൾ കയറി പിടിപ്പിക്കും. ലൈംഗിക താല്പര്യം വെസ്റ്റേൺ കൺട്രീസിലില്ല. അവിടെ പെണ്ണ് ബിക്കിനി ഇട്ട് നോക്കിയാൽ ആരും ഒന്നും നോക്കില്ല, ഇവിടെ തുറിച്ചു നോക്കും. ഇത് ലൈംഗിക ദാരിദ്ര്യമാണ്, മതങ്ങളുണ്ടാക്കിയ ലൈംഗിക ദാരിദ്ര്യം.